मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। ചേടാ ഇതെങ്ങനെ തുറന്ന് ടേപ്പ് കൊണ്ടുവന്ന് ഒട്ടിച്ചേക്കാം. ഹണി ഞങ്ങൾ ഒളിഞ്ഞോളാം, നീ കണ്ടുപിടിക്കേ. ഓക്കേ, 1 2 3 4 5 6 7 8 9 10. ഞാനിതാ വരുന്നു. അയ്യോ, ബോക്സ് എന്നെ പറക്കുന്നല്ലോ. അയ്യോ, ഞാൻ കുരുങ്ങിന്നാ തോന്നുന്നേ. ഈ ഹണി എങ്ങനെയാ ബോക്സ് പൊക്കിയത്? അല്ല, അയ്യോ, ഈ ബോക്സ് വേറെ ആരാണല്ലോ കൊണ്ടുപോകുന്നത്. ഏയ് അതെ ചേട്ടാ, ഒന്ന് നിക്ക് ചേട്ടാ, നിക്ക്, ഒന്ന് നിക്ക്, എന്റെ കൂട്ടുകാരൻ അതിലുണ്ടേ. കണ്ടുപിടിച്ചേ. അയ്യോ പെട്ടി, ആ പെട്ടി. പെട്ടിയല്ല, കണ്ടുപിടിച്ചോന്ന് പറയാൻ വന്നതാ. എങ്ങോട്ടാ ഓടി പോകുന്നേ? നീ ഔട്ടായി. ഇനി നീയാണ് കണ്ടുപിടിക്കേണ്ടത്. അയ്യോ, തെറ്റ് സംഭവിച്ചല്ലോ. എന്തു പറ്റി ബണി? എടാ, പോപ്പറ്റ് ആ പെട്ടിയിലുണ്ടടാ. ഏത് പെട്ടിയില്? ആ കൊറിയർകാരൻ എടുത്തിട്ട് പോയ പെട്ടിയില്. ഏത് കൊറിയർക്കാരൻ? കണ്ണാ സാർ കൊറിയർ കൊടുത്തില്ലേ, അയാളുടെ അടുത്ത് തന്നെ. പിന്നെ നീ എന്താ ഇത് പറയാതിരുന്നത്? ഞാൻ ഒച്ച വെച്ചോണ്ടിരുന്നില്ലേ, പെട്ടി പെട്ടിന്ന്. നീ പോപ്പട്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഓ ബണി, നീ എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല? ഞാൻ അയാളെ ഫോളോ ചെയ്യായിരുന്നു, അപ്പോഴായി പൊട്ടൻ പിടിച്ചത്. കന്നാ സാർ, കന്നാ സാർ, കന്നാ സാർ. റൈത്തേല് വെള്ളം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എല്ലാരും ഇവിടെ വന്നിങ്ങനെ ഒച്ച ഉണ്ടാക്കാനും പാടില്ല. നിങ്ങൾ ഇതിൽ നാണിക്കണം. എന്തുകൊണ്ട്? ഇത് നല്ല സ്ഥലം തന്നെയല്ലേ? അല്ല, നിങ്ങൾ പോപ്പട്ടിനെ കൊറിയറായിട്ട് അയച്ചതല്ലേ, അതിൽ നിങ്ങൾ നാണിക്കണം. AC കൊച്ച് ബുക്ക് ചെയ്തിട്ട് എന്തിനാ ജനറലി പോന്ന്? ബോപ്പട്ടിന് ഞാൻ എന്തിനാ കൊറിയറിൽ അയക്കുന്നേ? ബണ്ണിയാണ് പറഞ്ഞത് നിങ്ങൾ പോപ്പട്ടിനെ കൊറിയറായിട്ട് അയച്ചു എന്ന്. ഓ എടാ, കണ്ണാ സാറല്ല പോപ്പറ്റിനെ കൊറിയറിൽ അയച്ചത്. ആ കൊറിയർക്കാരന്റെ അടുത്ത് കണ്ണാ സാറ് കൊടുത്ത പെട്ടിയിൽ പോപ്പറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കന്നാ സാർ അല്ലേ പോപ്പട്ടിനെ ബോക്സിലിട്ട് കൊറിയറായിട്ട് അയച്ചത്? ഹണി, ഞാൻ പിന്നെ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആദ്യം പോപ്പറ്റിനെ കണ്ടുപിടിക്കണം. കന്നാ സാർ, ആ കൊറിയർ കമ്പനിയുടെ അഡ്രസ് എന്താ? വഴിയിൽ കല്ലുണ്ടെങ്കിൽ നോക്കി പോണം. അഡ്രസ് ഞാൻ ഡയറി നോക്കി വേണം പറയാൻ. അല്ല, നമുക്കത്ര സമയമില്ല. പോപ്പറ്റിന്റെ മണം വരുന്നു. വരൂ, ഞാൻ കൊറിയർ കമ്പനിയിലേക്ക് കൊണ്ടുപോകാം. പോപ്പട്ട്, പോപ്പട്ട്. എന്താ പറ്റിയത്? പോപ്പറ്റിന്റെ മണത്തിനിടയിൽ സമൂസയുടെ മണവും മിക്സായി. അടുത്തെവിടെയോ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. ഓ, നീ പോപ്പറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യ്. പോപ്പട്ട് ബോക്സിൽ അടഞ്ഞിരിക്കുകയാണ്. അവനൊന്നും സംഭവിക്കാൻ പാടില്ല ഫ്രണ്ട്സ്. ഇല്ല, എന്റെ സുഹൃത്തിന് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇങ്ങോട്ട്. ജീവനുള്ള കിളി ആരാ കൊറിയർ ചെയ്തത്? അയ്യോ, കൊറിയർ സാധനം ബോക്സിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ അറിയാത്ത പെട്ടിയിൽ പെട്ടുപോയതാ. എനി ഡൗട്ട്? അതെന്തായാലും നന്നായി. എന്റെ മോ കുറെ കാലായിട്ട് ഒരു കിളി ചോദിച്ചോണ്ടിരിക്കുക. ഇതുകൊണ്ട് അവന് കൊടുക്കാം. നന്നായി മണം വരുന്നു. പപ്പറ്റ് ഇവിടെ ഇവിടെ ഉണ്ട്. നന്നായിട്ട് മണം പിടിക്ക് ജോർദാർ, നന്നായിട്ട് മണം പിടിക്ക്. നമ്മൾ ശരിക്കുള്ള വഴിയിലൂടെയാണ് പോകുന്നത് സുഹൃത്തുക്കളെ. ഓക്കേ.
നിനക്ക് വേണ്ടി ഞാൻ ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അച്ഛാ? ഇന്ന മോനെ, കൂട് തുറക്കല്ലേ, ഇത് പറന്നു പോവും. ഹലോ, ഞാൻ കൂട്ടിലുണ്ടാക്കേണ്ട കിളിയല്ല. ആരുടെയും സ്വാതന്ത്ര്യം പറിച്ചെടുക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. പൂക്കൾ മരത്തിൽ കായ്ക്കാൻ വേണ്ടി വരുന്നതാണ്. നിങ്ങൾ അത് പറിക്കാൻ പാടില്ല. എനി ഡൗട്ട്? കണ്ടില്ലേ മോനെ, ഇത് എങ്ങനെ സംസാരിക്കുന്നു എന്ന്. ഇതിനെ ബീച്ചിലേക്ക് കൊണ്ടുപോയി കളിച്ചോ കേട്ടോ. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ശരി അച്ഛാ. ഹാ. പൊപ്പറ്റ് ഇവിടെ തന്നെ ഉണ്ട്, തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. പൊപ്പറ്റ് 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 പൊപ്പറ്റ്. പോപ്പറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കൊറിയർക്കാരന്റെ ബൈക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ പോപ്പറ്റ് ഇവിടെ തന്നെ ഉണ്ടാകണം. വരൂ. ഞങ്ങളുടെ ഫ്രണ്ട് പോപ്പറ്റ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഏത് പോപ്പറ്റ്? ഹലോ, ഇതിൽ എന്താ ഉണ്ടായിരുന്നത്? അത് നിങ്ങൾക്ക് അറിയില്ലേ? അതിലുണ്ടായിരുന്നത് എന്റെ മകന്റേതാണ്. ആ, അത് കളിപ്പാട്ടമൊന്നുമല്ല, ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അതിനെ കുറിച്ച് എനിക്കറിയില്ല. നിങ്ങൾ ഇവിടുന്ന് പോ. നിനക്കെല്ലാം അറിയും, മര്യാദക്ക് പറയുന്നല്ലോ. പറയാം, ഞാൻ പറയാം. എന്റെ മകൻ ബീച്ചിലേക്കാ കിളിയെ കൊണ്ടുപോയത്. ഫോളോ മീ. എല്ലാ ബോക്സും മര്യാദക്ക് എണ്ണിട്ട് പോണം. മര്യാദക്ക് എണ്ണ. എന്ത് കിളിയോ? എന്ത് കിളിയോ? ആര് നോക്കിയാടാ കിളിന്ന് പറഞ്ഞ? കോടികള് വിലയുള്ള സ്വർണ്ണമാണത്. ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ കിളി എന്ന് പറഞ്ഞ അത്ര തന്നെ. അങ്ങോട്ടേക്കൊന്നും നോക്കില്ല ഭായ്. എടാ ലൈല അല്ലടാ, ലാല 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 ലാല. എടോ ലാല, ഒന്ന് അങ്ങോട്ടേക്ക് നോക്കടോ. കിളിയോ? അതും അത് ഒറ്റയ്ക്ക് കൂട്ടിലടിച്ച അവസ്ഥയിലോ? അതെ, ഞാൻ സ്വാതന്ത്ര്യമുള്ള കിളിയാണ്. ഞാൻ കൂട്ടിനകത്ത് ഇരിക്കില്ല. എന്നെ പുറത്തയക്ക്. എനി ഡൗട്ട്? ഇല്ല, വിടൂ. അതെനിക്ക് താ. അതെന്റെ കിളിയാ. ഇതെന്തിനാ നിങ്ങൾ എടുത്തോണ്ട് വന്നത്? നമ്മുടെ സാധനങ്ങൾക്കൊപ്പം ഇതിനെ അങ്ങ് കടത്താം. ഇതിന് ഒരിക്കലും തിരിച്ചു പറഞ്ഞെത്താൻ പറ്റില്ല. ഇവരെ സുഹൃത്തുക്കൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ പ്ലാൻ എങ്ങനെയാ? നന്നായിട്ടില്ലേ? നിനക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്രയും ദൂരം ആരെങ്കിലും അയച്ചു വെക്കോ? ഞാൻ അയക്കും. എടോ, ഇതാ സാധനത്തിനൊപ്പം പാക്ക് ചെയ്ത് അയച്ചേക്ക്. ശ്രദ്ധിക്കണം. അവിടെ മോനെ, നീ ഇവിടെ ഉണ്ടോ? ആ കിളി എവിടെ? അതിനെ പിടിച്ച് അവരൊരു ബോക്സിലിട്ട് അടച്ചു. ലാല, നീയോ? ലാല, പോപ്പറ്റ് ഏത് ബോക്സിലാണ് ഉള്ളത്? ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പെട്ടിയിൽ കാണും. അതേതാണെന്ന് ആർക്കറിയാൻ പറ്റും? നീ എന്താ കരുതിയേ? അങ്ങനെയൊന്നും ഞങ്ങള് ഞങ്ങളുടെ പോപ്പട്ടിനെ വിടില്ല. എടാ ഭ്രാന്തന്മാരെ, അവന്മാരെ പോയി പിടിച്ചു കെട്ടറാ. ഹണി, നീ അത് നോക്ക്. ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. പോപ്പട്ടിനെ കിട്ടി. ഈ കൂട്ടിൽ നിന്ന് എന്നെ തുറന്നു വിട്. ഇവന്മാർക്ക് ഒരു പാഠം പഠിപ്പിക്കണം. എനി ഡൗട്ട്?
കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ? ഇത് അത്ര വേദനിക്കത്തില്ല ലൈല ബ്രോ. മണ്ട ലൈല അല്ലടാ, ലാല ലാല. നിങ്ങളുടെ നില കണ്ടില്ലേ, പാവം ബെല്ലി ഡാൻസർ പോലെ ആയിരിക്കുന്നേ. ഗോൾഡ് സ്മഗ്ലിംഗോ? എല്ലാവരെയും അറസ്റ്റ് ചെയ്യ്. ഓ പോപ്പറ്റ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇനി നമ്മള് കണ്ണുപൊത്തി കളിക്കാനേ പാടില്ല. ചിലപ്പോ അതുപോലത്തെ സ്ഥലത്ത് നമ്മൾ ഒളിയേണ്ടിയിരിക്കണല്ലോ. അവിടുന്ന് രക്ഷപ്പെടാൻ വലിയ പാടുണ്ട്. അതുപോലത്തെ സമയത്ത് എന്റെ ജീവിതത്തിന്റെ വെളിച്ചം ആ പെട്ടിയിലെ ഇരുട്ടിലായി പോവോന്ന് തോന്നും. എനി ഡാഡ്, ഇവനെ വീണ്ടും ബോക്സിൽ തന്നെ പാക്ക് ചെയ്തേക്ക്. എന്നാൽ ഇവൻ പഴയതുപോലെ ആവോ? അയ്യോ വേണ്ട. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.